ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഗിവ് അവേന്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അനുഭവത്തിൽ നിന്ന്. അപ്പം ഞാൻ എൻ്റെ ഈ അനുഭവം ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതേപോലെ സിമിലർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗിവ് അവേന്റെ പേരിൽ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ. ആദ്യമേ ഞാൻ പറയാം, എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ചെറിയൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അയാളുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ മേ ബി ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ അയാൾക്ക് തെറ്റ് പറ്റിയതാവാം. അതുകൊണ്ട് ഞാൻ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പകരം ഞാൻ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ തമ്മിലുണ്ടായ ചാറ്റുകൾ കാര്യങ്ങളും ഒക്കെ ഇടാട്ടോ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസിന് ഒരു ഗിവ് അവേ ഡ്രസ്സിന്റെ ഒരു പേജ് ആയിരുന്നു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്മസ് ഗിവ് അവേ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയില്ലോ, ഫോളോ ചെയ്താൽ മാത്രം മതി, ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് പിക്കറിലൂടെ നമ്മളെ സെലക്ട് ചെയ്യും. ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാനും വെറുതെ ഇങ്ങനെ 2-3 അങ്ങനെ വലിയ കാര്യമായിട്ട് എല്ലാം ഗിവ് അവേയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. എന്നാലും ചില സമയത്ത് നമ്മുടെ മൈൻഡ് തോന്നൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്. ആ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഞാനും ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിനെ ഫോളോ ചെയ്തു, കമന്റ് ഇട്ട് ഒരു 4 കമന്റ് അങ്ങാണ്ട് ഇട്ടു. അതൊന്നും ഞാൻ വിട്ടു. എന്നിട്ട് ആ കാര്യം ഞാൻ മറന്നുപോയിട്ടാ. അത് കഴിഞ്ഞ് ഒരു ജനുവരി 1 ആവുമ്പോഴായിരുന്നു അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ജനുവരി 1 ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഫോൺ തുറന്നു നോക്കിയപ്പോ സ്റ്റോറി ഇട്ട് വെച്ചിരിക്കുക. എന്നിട്ട് എന്നെ നമ്മുടെ പ്രൊഫൈൽ മെൻഷൻ ചെയ്തു അവര്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടാ, കാരണം ആദ്യമായിട്ടാണ് ഒരു ഗിവ് അവേയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണേ. അപ്പൊ ഗിവ് അവേ സത്യമാണെന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ അവരുടെ അടുത്ത് കുറെ താങ്ക് യു ഒക്കെ പറഞ്ഞു. സംഭവം അവര് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ മേ ബി കൂടിപ്പോയ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അവര് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എപ്പോഴയക്കാം എന്ന് ചോദിച്ചപ്പോ റിപ്ലൈ ഇല്ല. 1 വീക്ക് വരെ ഞാൻ കാത്തു നിന്നു. പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തരുന്നില്ല. സെക്കൻഡ് വീക്കിൽ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജ്, ഹലോ ആർ യു ദെയർ, ഇണ്ടോ വൈ നോ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. 2ാമത്തെ വീക്ക് എൻ്റെ ഓണർ ആരാണെന്ന് എനിക്കറിയില്ല. ഹോപ്പ്ഫുള്ളി സ്റ്റാർട്ടർ ആണ്, ചെറിയ യങ് ആളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ടെക്സ്റ്റിലൂടെയാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇയാൾ സ്റ്റോറി ഇടുന്നുണ്ട്, ലൈവ് പോകുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആളുടെ അക്കൗണ്ടിൽ ആക്റ്റീവാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മെസ്സേജ് മാത്രം കാണാണ്ടിരിക്കുക എന്നുള്ളത്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പറഞ്ഞ് പറ്റിക്കുക. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഈ കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും കസ്റ്റമർ ആണെന്നുള്ള രീതിയിൽ പറ്റിക്കപ്പെടാം. മനഃപൂർവ്വം നമ്മൾ തെണ്ടികൾ പറ്റിച്ചു. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ അടുത്ത് ആ ഒരു പേജ് പറയൂല. അവർക്ക് തന്നെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുക എന്നുള്ള ഒരു കാര്യം അവർ ആലോചിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ സ്റ്റോറിയിൽ ഇപ്പോൾ ഒരു പുതിയ പരിപാടി ഉണ്ടല്ലോ, നോട്ടായിട്ട് മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും അത് കാണും. അപ്പൊ അങ്ങനെ ഞാനൊരു ദിവസം നോട്ടായിട്ട് മെസ്സേജ് അയച്ചു. ഗിവ് അവേ നടത്തിയിട്ട് കുറച്ച് കാലമായി, റിപ്ലൈ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇട്ടു നോട്ടായിട്ട്. അപ്പൊ അയാളുടെ സ്റ്റോറി കാണുന്ന എല്ലാവരും ഇത് കാണുമല്ലോ. അപ്പൊ തന്നെ ആ സ്റ്റോറി ഒക്കെ ഡിലീറ്റ് ചെയ്ത് എൻ്റെ ചാറ്റ് ബോക്സ് ഒക്കെ തുറന്നു നോക്കി. ആഫ്റ്റർ 3 വീക്ക് തുറന്നു നോക്കിയപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചു, അങ്ങനെയാണ് എനിക്ക് തരാൻ പറ്റാനെ. ഫ്രണ്ട് മരിക്കുമ്പോൾ ആള് സ്റ്റോറി ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല ഒരു ബിസിനസ് പേജ് ആകുമ്പോൾ. എനിക്ക് 100% നമുക്ക് പറയണം നോണയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ശരി എപ്പോഴയക്കാം, ബുധനാഴ്ച അയക്കും, നെക്സ്റ്റ് ബുധനാഴ്ച അയക്കും. എന്നിട്ട് അടുത്ത ബുധനാഴ്ച വരെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോഴും ആള് ലൈവ് പോകുന്നുണ്ട്, അത് പോകുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചേ ഇതെന്ത് നമ്മളൊരു പൊട്ടന്മാരാക്കണ പരിപാടി ഉണ്ടല്ലോ. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അടുത്ത് കാര്യം പറയാം, അതായത് ഡ്രസ്സിന് ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ കൊറിയർ അയക്കാൻ എമൗണ്ട് ഇല്ല, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് ജെന്യുവൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പക്ഷേ ഈ വീഡിയോ ഒന്നും ഇടില്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അയാൾ റീൽ ഇട്ടപ്പോൾ റീലിന്റെ താഴെ ഞാൻ മെസ്സേജ് അയച്ചു. അതാണെങ്കിൽ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്തിട്ട് അത്യാവശ്യം റീച്ച് ഒക്കെ ആയിട്ടുണ്ട് ആ അക്കൗണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി റീച്ച് ആകുമ്പോൾ ആൾക്കാർ ഈ കമന്റ് ഒക്കെ കണ്ടിട്ട് ബിസിനസ്സിനെ തന്നെ ബാധിക്കുമല്ലോ. എനിക്ക് ഒരു ഗതിയില്ല. അടുത്ത ഗിവ് അവേ അയാൾ അനൗൺസ് ചെയ്തു. അപ്പോൾ അടുത്ത ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ട് റീൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം പഴയ ഗിവ് അവയുടെ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ ഒരു രീതിയിൽ ഞാനൊരു കമന്റ് ഇട്ടു. ആൾക്കത് കൊണ്ടുവന്ന് തോന്നുന്നു. ആള് എൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇനി മനസ്സിലായ തീരുമാനമായി, കിട്ടാനുള്ളതൊന്നുമില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഇപ്പൊ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയി, ഇതുവരെ നോ റെസ്പോൺസ്, നത്തിങ്. ഞാൻ ആ കാര്യമേ വിട്ടു. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങളും ഇങ്ങനെ ഗിവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിന്നേഴ്സായിട്ട് പറ്റിക്കപ്പെട്ടവരുണ്ടോ എന്നറിയാനാണ്. ആക്ച്വലി ഒരു ബിസിനസിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഗിവ് അവേ. നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവാനും നല്ല എൻഗേജ്മെന്റ് വരുത്താനും നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ബെസ്റ്റ് വേ ആണ്. കുറെ പേര് ചെയ്യായിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് ഈ ചെറിയ സ്കെയിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത്രയും കൊറിയേഴ്സ് ഒരുമിച്ച് അയക്കാനോ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ, ഞാനും ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഏതൊരു മെസ്സേജ് വന്നാലും അപ്പം റിപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ആണ്, അപ്പോൾ ഒരു പേടിയുണ്ടോ അവർക്ക്, കാരണം പറ്റിപ്പൊക്കെ കുറേ നടക്കണ ഒരു കാലമല്ലേ. അപ്പോൾ അവർക്കൊരു പേടിയുണ്ടോ. അപ്പം നിങ്ങൾ ആ പേടി കൂട്ടാണ്ടിരിക്കാൻ മാക്സിമം അവർക്ക് ഏർലി റിപ്ലൈ കൊടുക്കുക. എന്തുണ്ടായാലും ഇപ്പം എനിക്ക് ചില സമയത്ത് ഡെലിവറിക്ക് കൊടുക്കുമ്പോൾ ഓരോ ദിവസം ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ട് കിടക്കണ്ടാവും ഞാൻ. അപ്പോൾ ഞാൻ പറയും വയ്യ, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ അവരും റിലാക്സ്ഡ് ആണ്. ആക്ച്വലി കസ്റ്റമറാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും കിങ് എന്ന് പറയണത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. നമ്മൾ അവരെ പറ്റിച്ചിട്ട് ഇമാതിരി ഗിവ് അവേ ഒക്കെ നടത്തിയിട്ട് കിട്ടുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുള്ളൂ, ആരായാലും തന്നെ. ഇപ്പം ഞാൻ വലിയ ആൾക്കാരുടെ എടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡായി ബംഗ്ലാവിലെ ആര്യയ്ക്ക് ഉണ്ട് ഒരു ബിസിനസ്. പിന്നെ ചീപ്പായിട്ട് ഇങ്ങനെ ക്ലോത്ത്സുകളൊക്കെ ചെയ്യുന്ന ഒരു പേജ് ഉണ്ടല്ലോ, ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ പേജിൽ നിന്ന് പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുന്നത്. അതിന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മൂൺ ഗോഡസ്. അപ്പം ആളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സ് ചിലർ മനഃപൂർവ്വം മേടിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അവരെ മാറ്റിക്കുന്നവരൊക്കെ ഉണ്ടാവും. ആൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ബഡായി ബംഗ്ലാവിലെ ആര്യ തുടങ്ങിയ ബ്രാൻഡിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഓർമ്മ തന്നില്ല. ആളായാലും ആൾക്ക് നല്ല ഒരു കസ്റ്റമർ ഡീലിംഗ് ഉണ്ട്. ഇപ്പോൾ അഥവാ എന്തെങ്കിലും ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി തിരുത്തി കൊടുക്കാനുള്ള ഒരു കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ബിസിനസ് എപ്പോഴും വളരെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതായത് ഗിവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ, പറ്റിക്കപ്പെട്ട ഒരവസ്ഥ, എന്നിട്ട് അൺഫോളോ അടിച്ചു പോയ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം കസ്റ്റമർ ഇൻട്രാക്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരിക്കലും ബിസിനസ്സിൽ പറ്റിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടരുത്. ഓക്കെ. അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാനല്ല ഈ വീഡിയോയിൽ ആ പർട്ടിക്കുലർ പേജുകാർ ചെയ്തത് എൻ്റെ വീഡിയോയിലൂടെ കാണുന്നുണ്ട് എങ്കിൽ ഇനി അവരിത് ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ.